ഒരു ബോട്ടിൻ്റെ നിശ്ചല ജലത്തിലെ വേഗത 16 km/h ആണ്. നദിയിലെ ഒഴുക്കിൻ്റെ വേഗത 3 km/h ആണ്. എങ്കിൽ ഒഴുക്കിനനുകൂലമായി ബോട്ടിൻ്റെ വേഗത എത്രയാണ് എന്നതാണ് ചോദ്യം. നോക്കൂ, അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഒഴുക്കിനെതിരെയുള്ള വേഗതയാണ്. ഇവിടെ നമ്മൾ നിശ്ചല ജലത്തിൻ്റെ വേഗതയാണ്. ഇവിടെ നമ്മളുടെ ഒഴുക്കിന് അനുകൂലമായ വേഗതയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നദിയുടെ വേഗതയാണ് ഇവിടെ രണ്ടിടത്തും കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ. ഇനി നോക്കൂ, നമ്മൾ ഇങ്ങനെ തന്നെ വരച്ചിട്ട് ഇവിടെ ഒരു ബോട്ടിൻ്റെ നിശ്ചല ജലത്തിലെ വേഗത 16 km. ഇതാ നിശ്ചല ജലം മിഡിലാണ് കൊടുക്കാൻ വന്നത് അല്ലേ, അപ്പോൾ അവിടെ 16. ഇനി എന്താണ്, നദിയിലെ ഒഴുക്കിൻ്റെ വേഗത 3 km. നദിയുടെ ഒഴുക്ക് എവിടെ കൊടുക്കേണ്ടത്? ഇവിടെ അല്ലേ, നദിയുടെ ഒഴുക്ക് ഇവിടെ രണ്ടിടത്തും കൊടുക്കണം. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒഴുക്കിന് അനുകൂലമായി ബോട്ടിൻ്റെ വേഗത എത്രയാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എതിരെയാണ്, ഇവിടെ അനുകൂലമായിട്ടാണ് അല്ലേ. അതായത് ഇത് രണ്ടും കൂട്ടിയാൽ അനുകൂലമായിട്ടുള്ള വേഗത കിട്ടും. അതായത് 16 + 3 = 18 km/h ആണ് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത എന്ന് പറയുന്നത്. ഇനി ഒഴുക്കിനെതിരെയായിരുന്നെങ്കിൽ ഈ 16 - 3 ഈ നിശ്ചല ജലത്തിൽ നിന്നും സ്ട്രീമിൻ്റെ വേഗത, നദിയുടെ വേഗത കുറച്ച് 16 - 3 13 km/h ഒഴുക്കിനെതിരെയാണ് വേഗത. മനസ്സിലായോ? അനുകൂലമായിട്ട് 16 + 3, ഒഴുക്കിന് വിപരീതമായിട്ട് 16 - 3 ആണ് വേഗത ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 18 km ആണ്. ഓക്കെ, താങ്ക് യു.